വിശന്നിട്ട് വയ്യ, കറിയുന്നില്ല. വൺ ഐഡിയ, ഒരു തക്കാളി, പിന്നെ സവാളയുടെ തൊണ്ട് ഞാൻ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതെടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകാം. നന്നായിട്ട് കഴുകി സവാള എടുത്ത് നമുക്ക് രണ്ടായിട്ട് മുറിക്കും. എന്നിട്ട് ഇത് പച്ചമുളക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് സവാള ഇങ്ങനെ അരിയാം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ അരിയണം. അരിഞ്ഞാക്കി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു. അങ്ങനെ പൊടിപ്പൊടിയായിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞു. എന്നിട്ട് അത് നമുക്ക് ഈ സോസറിലേക്ക് ഇടാം. എന്നിട്ട് തക്കാളി നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. അങ്ങനെ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. അതും ഈ സോസറിലേക്ക് പകർത്തി. എന്നിട്ട് നമുക്ക് ഉപ്പിടണം. ഒരു നുള്ളു ഉപ്പിടുക. പിന്നെ ഇത്തിരി ചൊറുക്ക ആവശ്യം, പുളി ആവശ്യമാണെങ്കിൽ ചൊറുക്ക ഇത്തിരി ഒഴിക്കാം. പിന്നെ മുളക് പൊടിയുണ്ട്, ഇത്തിരി മുളക് പൊടിയും അതിലിടാം. പിന്നെ വെളിച്ചെണ്ണയും ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, ആവശ്യത്തിന് മുളക് പൊടി. ഇതിപ്പോൾ പൊടിച്ച മുളക് പൊടി ആയതുകൊണ്ട് ഇത്തിരി ഇട്ടാൽ നല്ല എരിവുണ്ടാവും. ഇത്തിരി മുളക് പൊടി, ഇത്തിരി ആവശ്യത്തിന് ഇത്തിരി ചൊറുക്ക ഒഴിക്കാം. ആവശ്യത്തിന് പുളിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയേ, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നല്ല ഇതിൽ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തു. അങ്ങനെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിന് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. സൂപ്പർ! അങ്ങനെ വിശക്കാനായിട്ട് ചോറ് തന്നെ പെട്ടെന്ന് ഞാൻ കഴുകി റെഡിയാക്കി. എന്നിട്ട് ഇത് നമ്മുടെ ചോറിലേക്ക് ഇത്തിരി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ചോറും ഇതും കൂടി ഇട്ട് കുഴച്ച് സൂപ്പർ! ഇത് നമുക്ക് കച്ചമ്പറായിട്ട് കൂട്ടാം. ചോറിൻ്റെ ഉണ്ടയും നമുക്ക് ആവശ്യത്തിന് കൂട്ടാം.